ശ്രീ രാജേഷ് ഉറപ്പാട് ഇതാ ഇപ്പോൾ ഈ വടകര കാഫർ തീർച്ചയായും സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറയുകയായിരുന്നു ഫർസിൻ. ഞാൻ എത്താമേ ശ്രീ മൻകാരശ്ശേരി. ശ്രീ രാജേഷ് ഈ പറയുന്ന എന്താണ് ആ സമയത്ത് വടകര ആ സമയത്ത് അത് പിടിവിട്ട് പോയിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നാട് കുട്ടിച്ചോറാക്കാൻ പരുവത്തിലുള്ള ഒന്നായിരുന്നു. അതെവിടെയും എത്താൻ നിൽക്കുകയായിരുന്നു. റിബേഷ് രാമോഷ് എന്ന് പറഞ്ഞ അധ്യാപകനാണ്, അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. അത് കഴിഞ്ഞ് അതിന് പിന്നിലേക്ക് പോയി വടകര സ്ക്വാഡ് എന്ന് പറയുന്ന CPM DYFI SFI ഉള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലിട്ട ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിലേക്ക് പോകുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും അങ്ങോട്ട് ആവർത്തിക്കുകയാണ്. അതടക്കം ഈ വടകര സ്ക്രീൻഷോട്ട് അടക്കം അതിൻ്റെ ആസൂത്രണമടക്കം അതിൻ്റെ ഈ പറയുന്ന നടത്തിപ്പടക്കം മാരകമായ പരാജയത്തിലേക്ക് വഴിവെച്ചു എന്ന് സ്വയം സമ്മതിക്കലും അത് രേഖകളിലടക്കം രേഖപ്പെടുത്തലും ചെയ്യേണ്ടതൊക്കെ പ്രധാനമല്ലേ ഇനി അത്തരമുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ? ശ്രീ രാജേഷ്. അല്ല, എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ പല ലെയറുകളിലുള്ള പല തട്ടുകളിലുള്ള ചർച്ചകൾ, പല മാനങ്ങളിലുള്ള ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം അതിൻ്റെ കഴിയുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ 10 വർഷക്കാലമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു തരത്തിലുള്ള സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വംശീയതയുടെയോ വർഗീയതയുടെയോ ഒരു തരത്തിലുള്ള സംഘർഷങ്ങളോ ടെൻഷനുകളോ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ നിലപാടുകളുള്ള വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത്, ഒരു കലാപം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ കാഫർ ഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റക്കാരാരാണെങ്കിലും അവരെ പിടിക്കണമെന്ന് തന്നെയാണ്. അതിലിപ്പോൾ ആർക്കാ നിർബന്ധമുള്ളത്? അല്ല, ഞാൻ പറയുന്നത് അതിൽ ഡിവൈഎഫ്ഐ അത് അന്വേഷണം ഡിവൈഎഫ്ഐയിലേക്ക് എത്തുമ്പോൾ, പാർട്ടിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയും ഡിവൈഎഫ്ഐയും ഒരു ആത്മപരിശോധന നടത്തുകയും ഒരു പരിശോധന നടത്തുകയും തങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെങ്കിൽ അവരെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു മതേതര പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനകൾ ഉത്തരവാദിത്വമല്ലേ? അത് പോലീസ് അല്ലല്ലോ പിടിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് CPM DYFI ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും മാതൃകാപരമായി അത് പാർട്ടിക്കുള്ളിലുള്ള ഈ വ്യക്തികൾ, അതാണ് ഈ ആത്മനിഷ്ഠമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് കേട്ടോ. ഈ ആത്മനിഷ്ഠമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഒരു 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 കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ആദർശത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ആത്മനിഷ്ഠമായ പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിലുള്ള നടപടികളുണ്ടാകുകയും അവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുകയും അവരെ അതിൽ മാറ്റി നിർത്തുകയും ചെയ്യണം. അതാണ് മാതൃകാപരമായ രീതി. ആ മാതൃകാപരമായ രീതി ഇവിടെ ഈ പറയുന്ന ജിതേഷ് എന്ന് പറയുന്ന ആളുടെ ആത്മനിഷ്ഠ പണി, ഈ പറയുന്ന റിബേഷിന്റെ ആത്മനിഷ്ഠ പണി, KK ലതിയുടെ ആത്മനിഷ്ഠ പണിയായി മാറി. അത് പല ഗ്രൂപ്പുകളുടെ ആത്മനിഷ്ഠ പണിയായി മാറി. അത് 4 വോട്ടിന് വേണ്ടി സകലമാന മനുഷ്യന്മാരുടെ ഉള്ളിലേക്കും ഈ പറയുന്ന വെറിയും വെറുപ്പും വാരിക്കോരി വിതറാനുള്ള മൊത്തത്തിലെ ഗ്രൂപ്പുകളുടെ വസ്തുനിഷ്ഠ പണിയായി മാറി. അതാണുള്ള പ്രശ്നം. നാട്ടുകാർക്ക് മനസ്സിലായി. ആ ആത്മനിഷ്ഠ പണിക്ക് നല്ല പ്രഹരം കൊടുത്തു. ശിഥിലമാക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഒരു കാരണവശാലും ഇതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള വംശീയതയും വർഗീയതയും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ളത് ഈ കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ഈ പാർട്ടിയെ മനസ്സിലാക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ വെച്ച് പൊറുപ്പിക്കുന്നൊരു പ്രശ്നമേ ഇല്ല. അതിലൊക്കെ ഒരു സംശയത്തിൻ്റെ പോലും ഇട നൽകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അത് കേസുകൾ നടക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നത്. രാജേഷ് ഉറപ്പാട് വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. നമ്മൾ ഈ പറയുന്ന വിമാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന വളരെ താഴ്ന്ന സ്ഥായിലെ ഒരു, സത്യം പറഞ്ഞാൽ അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. മുദ്രാവാക്യം വിളിക്കാവുന്ന കടുപ്പത്തിൽ വിളിക്കണം. അങ്ങനെ താഴ്ന്ന സ്ഥായിലെ മുദ്രാവാക്യം ഈ പറയുന്ന വധശ്രമത്തിന് കേസെടുത്ത് അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ആ മുദ്രാവാക്യം മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ. വീണ ജോർജിൻ്റെതായ കരിങ്കൊടി ആവർത്തിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പോലും അതിൽ ആയുധവുമായ ഈ പറഞ്ഞ വീണ ജോർജിന് അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ എവിടെയുമില്ല. ഏതോ ഒരു യൂട്യൂബുകാരൻ ദൃശ്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇതുവഴി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പച്ചക്കള്ളം തള്ളുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ ജോർജ് തന്നെ പറയുന്നു, എന്താണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, അവിടെ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധം മാത്രമുള്ള ആ മൊഴികൾ പുറത്തേക്ക് വരുന്നുണ്ട്. അന്ന് MV എന്ന് പറഞ്ഞ എന്താണ് ഈ പറയുന്ന മന്ത്രിയുടെ കഴുത്തിന് പിടിച്ച് തിരിക്കാൻ നോക്കി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന. എല്ലാവർക്കും അറിയാമേ അത് പച്ചക്കള്ളമാണെന്ന്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സമരങ്ങളോട് ഇത്തരത്തിൽ കടന്ന സമീപനം, അത് ഇനി സമരം ചെയ്യാനിരിക്കുകയാണ്. ഒരു ഉണ്ടാക്കി വെച്ച കീഴ്വഴക്കം എന്തൊരു ഭീകര കീഴ്വഴക്കമാണ് രാജേഷ് ഉറപ്പാട്. എല്ലാ കരിങ്കൊടിയും ഭീകരവാദ പ്രവർത്തനം എല്ലാവരും പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അല്ല, വീണ ജോർജിന് കഴുത്തിന് അപകടം പറ്റിയില്ല, കഴുത്തിന് പരിക്ക് പറ്റിയില്ലെന്ന് പറയുന്നത് തെറ്റാണ്. അവർക്ക് കഴുത്തിന് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ കഴുത്തിനൊരു പരിക്ക്, അല്ലെങ്കിൽ
അത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥയിൽ കഴുത്തിന് ആരെങ്കിലും വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും പിന്നെ വെട്ടിത്തിരിയുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും കഴുത്തിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അത് വസ്തുതയാണ്. ആ വസ്തുതയെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ട് കഴുത്തുളുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അങ്ങേക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇത് ആയുധവുമായി പോയി കഴുത്തിനിട്ട് ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കഴുത്ത് പിടിച്ചൊടിച്ചു, തിരിച്ചു, കൈയൊക്കെ പിടിച്ച് വളച്ചു എന്നൊക്കെ പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കേരളത്തോട് എന്തൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു മരുന്നിടലാണ് ഉണ്ടായത്. കലാപം? എന്ത് കലാപം? ഒരു നാട്ടിലെ ഒരു മന്ത്രിയെ 4 കേസുകാർ പോയി കഴുത്ത് പിടിച്ചോടിച്ചു, വധശ്രമം കൊല്ലാൻ നോക്കി എന്നത് ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തകർ വിശ്വസിച്ചിരുന്നെങ്കിൽ അന്ന് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കാതിരുന്നതുകൊണ്ടാണല്ലോ നാട് കത്തില്ലായിരുന്നോ രാജേഷ് ഏർപ്പാട്? ുണയല്ലേ എന്ന് പറഞ്ഞു. നാട് അങ്ങനെയാണ് കത്തുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? നാട് അപ്പൊ ഇത് പാർട്ടി സെക്രട്ടറി ഇവിടെ കലാപാഹ്വാനം നടത്തിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? കലാപത്തിന് സ്കോപ്പുള്ള വാക്കല്ലേ അത് രാജേഷ് ഏർപ്പാട്? ഒരു കാര്യത്തെ ഒരു കാര്യത്തെ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയെ 4 കേസുകാർ ഒന്ന് കഴുത്ത് പിടിച്ചൊടിച്ച് കൊല്ലാൻ നോക്കി എന്ന് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറി കേരളത്തോട് പറഞ്ഞാൽ പാർട്ടിക്കാർ അത് വിശ്വസിച്ചാൽ അത് വിശ്വസിക്കാതിരുന്നുകൊണ്ടാണല്ലോ, അത് വ്യാജമാണെന്ന് പാർട്ടിക്കാർക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ അതിനെ വൈകാരികമായി എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാകാമായിരുന്നു ഇവിടെ? അല്ല, വൈകാരികമായിട്ട് എടുക്കുക എന്നുള്ളതല്ല, ആഹ്വാനം നടത്തി എന്നുള്ള നിലയിലേക്ക് അതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രതിഷേധത്തെ, ആ പ്രതിഷേധത്തിന്റെ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിട്ടത്, രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. അപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ആരോഗ്യപരമായ പ്രശ്നത്തിലാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നിങ്ങളിപ്പോ കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ശരിയും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്ന മോശം കാര്യം എന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.